ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സാരി ഡ്രാപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് തലേദിവസം 2 സാരി കിട്ടിയിരുന്നു. അത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി നമ്മൾ മടക്കി റെഡിയാക്കി വെക്കുകയാണ്. ചേച്ചി മടക്കണ ഭാഗം പിടിക്കണേ, പിടിക്കണേ മടക്കണ സാധനമാണേ. വീഡിയോ പിടിക്കാൻ ആളില്ലഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുണ്ണിയാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത്. കിട്ടുന്നുണ്ട് കണക്കല്ലേ കിട്ടുന്നുണ്ട്. എന്നാലും എന്നിട്ട് അന്നമ്മ ഈ വീഡിയോ എടുത്ത് ചെയ്യണേ, എന്നാലും അവർക്കൊക്കെ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റുള്ളൂ. 2 സാരിയും നല്ല കളറൊക്കെ ആയിരുന്നെങ്കിലും അത് മെറ്റീരിയൽ ഒതുങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഫ്ലീറ്റ്സൊക്കെ എടുക്കാൻ കുറച്ച് താമസം ഉണ്ടായി. തലേദിവസം സാരി കിട്ടിയതുകൊണ്ട് പിന്നെ അതൊക്കെ വലിയ വിഷയമല്ലായിരുന്നു. കാരണം ഈ സമയത്താണ് സാരി കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒതുങ്ങാത്ത സാരിയൊക്കെ ധൃതിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫ്ലീറ്റ്സൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പിന്നെ സമാധാനമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം ഫ്ലീറ്റ്സൊക്കെ എടുത്ത് തേച്ച് റെഡിയാക്കി വെച്ചു. ഇതായിരുന്നു ഫ്ലീറ്റ്സ് എടുത്ത മറ്റൊരു സാരി. നല്ല സാരി, നല്ല ഇതൊക്കെയാണ്. പക്ഷെ ഇത് മടങ്ങി വരണം പാടാണ്. നേരെ തന്നെ ഇതാണ് ഈ സാരിയുടെ ഫൈനൽ ലുക്ക്. ഇനി അടുത്ത ആളെ ഒരുക്കണം. 2 പേരും ഒരു ഫംഗ്ഷനാണ് പോകുന്നത്. അപ്പോൾ ഈ ആളെ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആളെ ഒരുങ്ങാനായിട്ട് എത്തി.
അങ്ങനെ സാരി ഡ്രാപ്പിങ് കഴിഞ്ഞപ്പോഴേക്കും മുടി സെറ്റ് ചെയ്യാനായിട്ടിരുന്നു. ആദ്യം നടുക്കുന്ന ഹെച്ചിലെടുത്ത് 2 സൈഡിലേക്കും പിന്നി ബൺ കെട്ടുന്ന സ്റ്റൈലാണ് നോക്കിയത്. പക്ഷേ അതത്രയ്ക്ക് ഒരു സ്യൂട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ആ സ്റ്റൈൽ മാറ്റിയിട്ട് മുടി ഫുൾ പുറകിലേക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് പുറകിൽ പഫ് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ബൺ സ്റ്റൈലിലാണ് ചെയ്തതെങ്കിലും സാധാരണ ചെയ്യുമ്പോൾ ചെയ്യാതെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ബൺ ചെയ്തത്. പക്ഷേ അത് കസ്റ്റമർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ബൺ കെട്ടിയത്. ഇനി ഇതിൻ്റെ ചുറ്റും മുല്ലപ്പൂവും കൂടെ വെക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. മുല്ലപ്പൂ ഇങ്ങനെ 2 സൈഡും കെട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂപ്പിന് ഉപയോഗിക്കേണ്ട കാര്യവും ഇല്ല. ഈ മുല്ലപ്പൂ ഫങ്ഷൻ കഴിയുന്നവരെ ഇളകിപ്പോരാതിരിക്കുകയും ചെയ്യും. ശരിക്കും ഒറ്റ യു പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ഓരോ പിൻ കൊത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഇതാ ഒരു പിന്നിൽ തന്നെ നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. അടിപൊളി. ഞാൻ തന്നെ കുത്തിപ്പറയും. നല്ലതല്ലേടാ? ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടായി. കൂടെ വെച്ചപ്പോഴും ആ ഭംഗി വന്നത്. അതെ അതെ. വെള്ളം കുഞ്ഞുങ്ങളെ പോരെ ഇനിയും ടൈറ്റായിട്ടിരിക്കണം. അല്ല ചോക്കറ് പോലെ കുറച്ചുകൂടി കയറാണോ? കുഴപ്പമില്ല. പല രീതിയിൽ ഇത്തിരി കൂടെ താഴ്ത്തിരുന്നാൽ മതി. അങ്ങനെ ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. വിശദമായിട്ടൊരു ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരം പോയോണ്ട് ആൾ ധൃതിയിട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ.
ഇതാണ് അവർ ഫോണിലെടുത്ത ഫോട്ടോ. പിന്നെ നമുക്ക് കുമാരി ചേച്ചീനെ സെറ്റും കൊണ്ട് ഉടുപ്പിക്കാനൊരു വർക്കുണ്ടായിരുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.